ജില്ലയിൽ ആളൂര് പ്രസാദവരനാഥ ദേവാലയത്തിന് മുൻപിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ എന്താണ് പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ദേവാലയത്തിൻ്റെ നവീകരണ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങളൊക്കെ ഈ ഒരു ദേവാലയത്തിൽ ഈ കാലഘട്ടം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നവീനമായ രീതിയിൽ ഈ ദേവാലയം വീണ്ടും നന്നായി ഭംഗിയായിട്ട് പണിതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. അപ്പോൾ അഭിമന്യ പിതാവ് 2 മണിക്കാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതിനുശേഷം വിശുദ്ധ കുർബാന, പിന്നെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ ഇടവകയിലെ ഓരോരുത്തരും എല്ലാ അംഗങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് സഹകരണത്തോടെയും ഒരുമയോടെ ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്നീ കാണുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ദേവാലയം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് ഇവിടുത്തെ ഇടവക വികാരിയായിട്ടുള്ള ടിൻഡു അച്ഛനും ജനറൽ കൺവീനറും കൈക്കാരനുമായിട്ടുള്ള ചേട്ടനൊക്കെ ജോൺസൺ വാലപ്പൻ ചേട്ടൻ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ കൺവീനറാണ് ജോയി, ജെയ്സൺ ചാവേരി, കൈക്കാരൻ. പിന്നെ ഇവിടെ മാതൃവേദിയിലെ അംഗങ്ങളെ ഓരോരുത്തരുമാണ്. ഇവിടെ ഒരു ഡെക്കറേഷൻ ഇത്രയും ഒത്തിരി പിണ്ടി ഡെക്കറേഷൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും നമ്മുടെ വീഡിയോകളിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് പിണ്ടി ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക ഒരു അവസരത്തിൽ ഒത്തിരി പിണ്ടി ഡെക്കറേഷൻസ്, ഒരു 9-10ഓളം പിണ്ടി ഡെക്കറേഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 മാസത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അമ്മമാർ ഇത് ഏറ്റവും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് പറയാനായിട്ട് നമ്മൾ വികാരിയസിനായിട്ടുള്ള ടിൻഡോസിനോട് തന്നെ പറയാം. ആലപ്പുഴ രൂപതയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആളൂർ. പ്രത്യേകിച്ച് ആളൂർ പ്രസാദവരനാഥ ഇടവക സമൂഹം ഏറെ നാളുകളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയ നവീകരണത്തിന് വേണ്ടി. ഏകദേശം 1999 ഇവിടെ ഒരു പ്രഥമ ദേവാലയം ജൂലൈ 4 സ്ഥാപിക്കപ്പെടുന്നത്. പിന്നീട് 2006 ഇടവകയായി പ്രഖ്യാപിക്കുകയും ഈ ആലപ്പുഴ രൂപതയുടെ 128ാമത്തെ ഇടവകയാണ് ആളൂർ പ്രസാദവരനാഥ ഇടവക. ശേഷം 2010 ഇവിടെ ഒരു നവീന ദേവാലയം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ പിന്നീട് പല കാലങ്ങളിലായി ഇടവകയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഇന്ന് 2024 എത്തുമ്പോൾ ഇടവക സമൂഹം 25 വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ 2024 മെയ് 5-ാം തീയതി ഇടവകയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വെഞ്ചരിപ്പിനും പുനർപ്രതിഷ്ഠയ്ക്കുമായി തയ്യാറെടുക്കുകയാണ്. ഇന്ന ദിവസം ദേവാലയം ഒരിക്കൽ കൂടി വെഞ്ചരിക്കപ്പെടുന്നു. പുതിയൊരു മുഖവാരി ഈ ദേവാലയത്തിന് കൈവരുന്നു. ഇന്ന് ഈ ദേവാലയ വെഞ്ചരിപ്പും പുനർപ്രതിഷ്ഠയ്ക്കും ശേഷം വൈകുന്നേരം 5:30 നമ്മൾ പൊതുസമ്മേളനം, തുടർന്ന് കലാസന്ധ്യ, തുടർന്ന് സ്നേഹവിരുന്നൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ ഇടവക ദിനവും മെയ് 6-ാം തീയതി നാളെ ഇടവക ദിനവും നടത്തപ്പെടുകയാണ് 5:00. ഇന്ന് അഭിവന്യ മാർക്കോളി കണ്ണുകാടൻ പിതാവാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടികളും വെഞ്ചരിപ്പ് കർമ്മങ്ങളൊക്കെ നിർവഹിക്കുക. നാളെ മെയ് 6-ാം തീയതി നമ്മുടെ ഇടവക ദിനം ഉദ്ഘാടനം ചെയ്യുക മുൻ വികാരിയും കോഴിക്കോട് ഫൊറോന വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയ്സൺ കരിപ്പായച്ചനാണ്. ഇടവകയുടെ വലിയൊരു കൂട്ടായ്മയുടെ ഫലമാണ് ഇടവക ദേവാലയം നവീകരണ പ്രവർത്തനങ്ങൾ സാധ്യമായി. ആത്മീയതയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഇന്നിവിടെ എത്തുമ്പോൾ ദേവാലയം ഇവിടെ പണിതുയർത്തുവാനും അതുപോലെ തന്നെ ഇത്ര മനോഹരമായി ദേവാലയ അങ്കണവും പരിസരവും വഴിയോരങ്ങളൊക്കെ മനോഹരമായി അലങ്കരിക്കാനും സാധിച്ചത്. ഞങ്ങളുടെ ഈ ദേവാലയത്തിലേക്ക്, ഞങ്ങളുടെ ഇടവക കുടുംബത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഇന്നും നാളെയുമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സന്തോഷത്തിലും സ്നേഹങ്ങളിലും പങ്കുചേരുക. അപ്പോൾ ടീച്ചർ ഏറ്റവും ചെറിയ വാക്കുകളിൽ നമ്മളെല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഈ ദേവാലയത്തെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ടതും മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒത്തിരി നന്ദി. അപ്പോൾ സാധിക്കാവുന്ന എല്ലാവരും തന്നെ ഇവിടെ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇരിഞ്ഞാലക്കുട രൂപതയിൽ ആളൂരാണ്. അപ്പോൾ ഇവിടേക്ക് ഇന്നും നാളെയുമായിട്ട് നിരവധി പ്രോഗ്രാമുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും തന്നെ ഇങ്ങോട്ട് വരിക, ഈ കലാവിരുന്ന് ആസ്വദിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഇടവകയിൽ എല്ലാവർക്കും ഇടവക ദിനത്തിൻ്റെയും നവീകരണ ചടങ്ങിൻ്റെയൊക്കെ ആശംസകൾ നേടുകയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഡെക്കറേഷൻസ് ഇവിടെ ഇത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള അമ്മമാരെ കുറിച്ചാണ്. ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങളിവിടെ എത്തിയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഡെക്കറേഷൻസ് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും ഇടവകയിൽ ഓരോരുത്തരും ഒട്ടുമിക്ക ആളുകളും ഇന്നലെ നല്ല ദിവസങ്ങളിലൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അത്യധികം അധ്വാനിച്ചാണ് ഈ ഒരു ദിവസത്തേക്ക് ഒരുക്കിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ മാതൃവേദിയുടെ പ്രസിഡൻ്റാണ് ചേച്ചി.
അപ്പോൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം, ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്? അവരുടെ ആ ഒരു ഒരുമയൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയും അധികം പൂക്കൾ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല. നമുക്കറിയാം, നമുക്ക് പെരുന്നാൾ വരുമ്പോൾ ഒരു വീട്ടിൽ ഒരു പിണ്ടി ഡെക്കറേഷൻ തന്നെ ചെയ്യാനായിട്ട് നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അധികം ഡെക്കറേഷൻസ് ചെയ്യാനായിട്ട് ഇവരെടുത്തിട്ടുള്ള ഒരു എഫേർട്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ആദ്യമായിട്ട് എല്ലാ അമ്മമാർക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം പ്രസാദപരനാഥ ദേവാലയം സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മുടെ മാതൃവേദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് തുടങ്ങി ഈ നിമിഷം വരെ ഏതൊരു കാര്യത്തിന് വിളിച്ചാലും അമ്മമാർ സജീവ സാന്നിധ്യരായിട്ട് എന്ത് പണിയായിക്കോട്ടെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഈ ഇടവയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചാർജ് ചെയ്തിട്ട് 4 മാസം ആയിട്ടുള്ളൂ. ഇതിന് മുമ്പുള്ള ഭാരവാഹികളായാലും എസ്പെഷ്യലി മേരി പൗലോസ് ചാതിലി ആളുടെ നേതൃത്വത്തിലായിരുന്നു 17 വർഷം മാതൃവേദി നടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ ഇപ്പോഴും ആൾ തന്നെയാണ് മെയിനായിട്ട് കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഈ പിണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെക്കറേഷൻ കൺവീനറുടെ സാന്നിധ്യത്തിൽ ആൾ മുൻകൈ എടുത്ത് ഈ പറഞ്ഞ പോലെ 1 by 1 ആയിട്ട് ഓരോ സെക്ഷൻ എല്ലാ യൂണിറ്റിലും ആദ്യമായിട്ട് ഈ മാതൃവേദിയിലുള്ള അമ്മമാർ മാത്രമല്ല, ഈ ഇടവകയിലെ മൊത്തം അമ്മമാർ കൂടിയിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മാതൃവേദിയുടെ നേതൃത്വത്തിലാണെന്ന് മാത്രം. അപ്പോൾ ഒരു സെക്ഷൻ പൂവുണ്ടാക്കുക ഏകദേശം 2 മാസത്തോളമായിട്ട് ഞങ്ങൾ 1.5 മാസത്തോളമായിട്ട് ഞങ്ങൾ ഈ പിണ്ടിയുടെ പരിപാടിയിൽ തന്നെയാണ് വീടുകളിൽ സെക്ഷൻ തിരിഞ്ഞിട്ട് ഓരോ പരിപാടികൾ കൂട്ടമായിട്ടും അല്ലാതെയും നമ്മൾ പിണ്ടിയുടെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ഇവിടെ അവസാന സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് തന്നെ പിണ്ടികളൊക്കെ സെറ്റ് ചെയ്തു. ഇനി പ്രകൃതിയും കാലാവസ്ഥയും എല്ലാം കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ കൂടിയിട്ട് ഉണ്ടാവണമെന്നും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് സഹകരിച്ച പ്രസാദപരനാഥ ദേവാലയത്തിലെ എല്ലാ അമ്മമാർക്കും മാതൃവേദി പ്രസിഡന്റ് എന്ന നിലയിൽ വികാരി അച്ഛനും കൈക്കാരന്മാർക്കും ഇതിൻ്റെ എല്ലാ നടത്തിപ്പുകാർക്കും ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. നമ്മുടെ ഇടവകയിലെ കൈക്കാരനാണ് ജെയ്സൺ ചേട്ടൻ. അപ്പോൾ ജെയ്സൺ ചേട്ടനും ഈ ഒരു പ്രവർത്തനത്തിൽ ഓക്കെ. അപ്പോൾ ചേട്ടാ, അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടൻ. ഇവിടെ രാത്രി പകലൊന്നും ഇല്ലാതെ അത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട്. ഇവർ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം തന്നെയുണ്ട്. അപ്പോൾ ചേട്ടനോട് തന്നെ ചോദിക്കാം നമുക്ക് ഈ ഒരു ദിവസത്തിലേക്കുള്ള ഒരുക്കങ്ങളെ കുറിച്ച്. ഈ ദേവാലയം ആക്ച്വലി പണി തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് കൊല്ലമായി, 5 കൊല്ലത്തോളമായി. കൊറോണ കാരണം നിന്നുപോയി. പിന്നെ പണി തുടങ്ങിയത് 2022 ഡിസംബർ 1-ാം തീയതിയാണ്. അപ്പോൾ അത് പൂർത്തിയായി. ദേവാലയം പൂർത്തിയായത് വെഞ്ചിരിപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇടവകക്കാരുടെയും സഹകരണം ഇതിലുണ്ട്. ഞങ്ങളൊരു ലീഡർഷിപ്പ് നിലയിൽ നിന്നും പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും കൂടിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. എല്ലാവർക്കും, എല്ലാ ഇടവകക്കാർക്കും ഈ സമയം നന്ദി പറയാനായി ഉപയോഗിക്കുകയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ്. പേര് ആള് നമ്മുടെ ആളൊരു പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ ചേട്ടന് പറയാനുള്ളതും കൂടി നമുക്ക് കേൾക്കാം. നമസ്കാരം. നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പോൾ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നുപോയ നിമിഷങ്ങളുണ്ടായിരുന്നു പ്രസാദനാഥ ദേവാലയത്തിലെ ജനങ്ങൾ. അപ്പോൾ ഒരു ആളൂരിൻ്റെ വരദാനമായി, നമ്മുടെ ഇടവകയുടെ വരദാനമായി എത്തിച്ചേർന്ന നമ്മുടെ ടിൻഡോച്ചനെ സ്നേഹത്തോടുകൂടിയും അഭിമാനത്തോടും സന്തോഷത്തോടും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വളരെയധികം എല്ലാവരെയും കൂട്ടിയിണക്കി, എല്ലാവരെയും ഒരുപോലെ ഇണക്കി, ആത്മീയമായും സംഘടനാപരമായും ഇണക്കിക്കൊണ്ട് വലിയൊരു നമ്മുടെ അഭിമാനത്തിനെയും സന്തോഷത്തിനെയും നിമിഷങ്ങൾ പകരാൻ ഒരു ചരിത്രത്തിൻ്റെ സുവർണ്ണ ലിപികളിൽ എഴുതി ചേർക്കാനായിട്ട് ആളൂർ പ്രസാദനാഥ ദേവാലയത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ടിൻഡോച്ചൻ ഞങ്ങളുടെ കൂട്ടുകാരനായി, ഞങ്ങളുടെ സുഹൃത്തുക്കളായി, സഹോദരനായി, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞങ്ങൾക്ക് തന്ന വലിയൊരു മഹാഭാഗ്യമാണ് ടിൻഡോച്ചൻ്റെ നേതൃത്വത്തിൽ ഈ ഇടവക ജനം മൊത്തം അദ്ദേഹത്തിൻ്റെ ഈ അച്ഛൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ വലിയൊരു സ്വപ്നം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. ടിൻഡോച്ചനെ ഈ അവസരത്തിൽ ഈ ഇടവക ജനങ്ങളുടെ പേരിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും നന്ദിയും അറിയിക്കുകയാണ്. ഇതോടെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ളത് ലിജോ ചേട്ടനാണ്. അപ്പോൾ ലിജോ ചേട്ടാ, അപ്പോൾ അവിടെ നമ്മുടെ ചേട്ടൻ പറഞ്ഞു അച്ഛൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രയും ഭംഗിയായിട്ട് നടന്നതെന്നുള്ളത്. അപ്പോൾ ടിൻഡോ അച്ഛനാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രചോദനവും നേതൃത്വമൊക്കെ ആയിട്ട് കൂടെ നിന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്താണ് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങളുടെ ഒരു 4 വർഷത്തോളം 5 വർഷത്തോളം ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മുഖവാരി പണിയാന്നുള്ളത്. അതിന് നിയോഗം കിട്ടിയത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. ഒരുപാട് അച്ഛന്മാർ മാറിപ്പോയെങ്കിലും അത് സാധിച്ചില്ല. പക്ഷേ അച്ഛൻ ഏറ്റവും മനോഹരമായിട്ട് ഇടവജനങ്ങളെ കൂട്ടിയിണക്കി ഒരു മാലയിലെ മുത്തുപോലെ കോർത്തിണക്കി
ഏറ്റവും ഭംഗിയായിട്ട് അതിൻ്റെ ഒരു സ്വപ്ന സാഫല്യമാണ് ഇന്ന് ഞങ്ങളുടെ അനുഭവിക്കാൻ പോകുന്നത്. ഈ 2 ദിവസക്കാലം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഇടവക്കാർക്ക് ഒരു ദേശീയോത്സവമാണെന്നും അത് ഏറ്റവും മനോഹരമാക്കിയ നല്ല ഫലപ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ തോളിൽ കൈയിട്ട് നടന്ന ഒരു വികാരിച്ചനാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ടിൻജച്ചനെ. പിന്നെ അതിനുവേണ്ടി ഞങ്ങൾക്ക് ജനറൽ കൺവീനറായിട്ട് ജോൺസൺ ചേട്ടൻ, ഇതിൻ്റെ ഡെക്കറേഷൻ കൺവീനർ ജോയി വടക്കേപ്പിടിക. അദ്ദേഹം ഈ പറഞ്ഞ പോലെ 2 മാസത്തോളം ഒരുപാട് കാര്യങ്ങൾ പിന്നിൽ നടന്നതിൻ്റെ ഉണ്ട്. ഡെക്കറേഷൻ്റെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇതിൻ്റെ ഒരുപാട് കൺവീനിയേഴ്സ്, ഫുഡ്, സ്റ്റേജ്, ലൈറ്റ് ആൻഡ് സൗണ്ട്, സ്റ്റേജ്, അങ്ങനെ ഒരുപാട് കൺവീനിയേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂട്ടായ പ്രയത്നത്തിന് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞത്. ഇനിയും മനോഹരമായിട്ട് ഇന്ന് വൈകുന്നേരം നാളെയും ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ സ്നേഹ പരിപാടിയിലേക്ക് ഞങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങളുടെ വികാരിച്ചനോട് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നല്ലാവാൻ നന്ദി അറിയിക്കുന്നു. ബന്ധപ്പെട്ട് ഇവിടെയുള്ള കമ്മിറ്റിക്കാരെ തിരഞ്ഞെടുത്തപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കൺവീനറായിട്ട് ജോയി ഇനിയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ജോയി അതിനുവേണ്ടി ഉത്സാഹമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡെക്കറേഷൻ സജ്ജീകരിക്കുന്നതെന്ന് പല മോഡലുകൾ നോക്കി ഒരു നല്ല എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മോഡൽ കൊണ്ടുവന്ന് അതെങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അപ്പോൾ അതിന് മോഡലുകൾ ഉണ്ടാക്കി ഒന്ന് കാണിച്ചു കൊടുത്തപ്പോഴേ അവന് വളരെ താല്പര്യമായി. അതിന് ഇവിടെയുള്ള അമ്മമാരൊക്കെ സഹകരിച്ച് ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായത്. ഓരോ ലീഫ് കട്ട് ചെയ്യുന്നത് തുടങ്ങി അതോട് ഒട്ടിക്കലും ഇടുക്കലും അതും കൊച്ചു കുട്ടികൾ തുടങ്ങി മുതിർന്നവർ വരെയുള്ള എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ അതിലുണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ജോയിയും കുടുംബവും അവന് 2 കൊച്ചു കുട്ടികളാണ്, 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അവരുടെ പോലും നല്ല സാന്നിധ്യമായിരുന്നു. എപ്പോഴും കുട്ടികൾ ഓരോ ഭാഗങ്ങൾ കളക്ട് ചെയ്യാനായാലും അത് കൊണ്ടു തരാനായാലും ആ വീടുകളിൽ എത്തിക്കാനും മേടിച്ചു കൊണ്ടുപോകാനും എനിക്ക് തോന്നുന്നത് ഞങ്ങളെക്കാളും കൂടുതൽ കൊച്ചു മനസ്സായിട്ട് പോലും അവർ കഠിനമായിട്ട് നിരന്തരമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ചെറിയ ചെറിയ വർക്കുകൾ അവർക്ക് ചെയ്യാവുന്ന വർക്കുകളൊക്കെ അവർ തന്നെയാണ് പുറമാക്കി കൊടുത്തില്ല. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിച്ചത് ജോയും കുടുംബമാണ്. അവർക്കും അതുപോലെ തന്നെ ഈ കൂടെ നിൽക്കുന്ന ഇതിലില്ലാത്ത അമ്മമാരും വീടുകളിലിരുന്നും അവർ വർക്കുകൾ ചെയ്ത് ഇതിനെ ഏറെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി കാലാവസ്ഥ അനുകൂലമായിട്ട് ഇത് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ സമയം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരുടെയും ടിൻഡു അച്ഛനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് ട്രീസ ചേച്ചി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ചേച്ചി തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാൾ. അപ്പം നമ്മളെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചത് ജോയിയാണ്. ഇത്രയും നേരം ചേച്ചി പറഞ്ഞ് ജോയിയുടെ ഫാമിലിയിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാണ് ജോയി തന്നെയാണ് നമ്മളെ വിളിച്ചത്. ജോയി എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരിവിടെ അമ്മമാരെല്ലാവരും എടുത്ത എഫേർട്ടിനെ കുറിച്ചിട്ട് നമ്മൾ വീണ്ടും പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡെക്കറേഷൻ്റെ കാര്യത്തിൽ അമ്മമാർക്ക് തന്നെയാണ് ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നതല്ലോ. അപ്പോൾ കൊച്ചു കുട്ടികൾ തുടങ്ങി അമ്മമാരെല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. ഒപ്പം ഈ ഒരു ദേവാലയം ഇത്രയും മനോഹരമായിട്ട് പുനർനിർമ്മിക്കാനും അല്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സഹകരിച്ചത് ഇടവകക്കാരെല്ലാവരും കൂടി ചേർന്നാണ് ടിൻഡു അച്ഛൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഇവിടെ ഒരുക്കിയിട്ടുള്ള എല്ലാ ഇടവകക്കാർക്കും അഭിനന്ദനങ്ങൾ. ഒപ്പം ഇന്നും നാളെയുമായിട്ട് ഇവിടെ നടക്കാനിരിക്കുന്ന എല്ലാ കലാപരിപാടികൾക്കും സ്നേഹവിരുന്നിലേക്കും എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.